ഞാൻ ഡോക്ടർ എം.പി. മണി, ഒരു പഴയകാല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനാണ്. ഇപ്പോൾ ടി വിയിലായാലും പത്രങ്ങളിലായാലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ നമ്മുടെ നേതാക്കൾ എന്തൊക്കെയോ പറയുന്നത് അവർക്ക് തന്നെ അറിയുമെന്ന് അറിയില്ല. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ പലർക്കും അതിന് മറുപടി പറയാൻ അറിയില്ല. നമ്മളിപ്പോൾ ഏത് തൊഴിലിന് പോവുകയാണെങ്കിലും ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകണമെങ്കിൽ അവരാദ്യം ഓട്ടോറിക്ഷ ഓടിക്കണം, നേരെ ടെസ്റ്റ് കൊടുക്കണം, ലൈസൻസിന് കുറേ നടപടിക്രമങ്ങളുണ്ട്. രാഷ്ട്രീയം ഇതുപോലെ നടപടിക്രമങ്ങൾ ആവശ്യമുള്ളൊരു വിദ്യാഭ്യാസമാണ്, ഒരു പ്രത്യേക ശാസ്ത്രമാണ്. അത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. ഇതെന്താണെന്നറിയാതെ കുറേ പേരൊക്കെ ഇറങ്ങിയാൽ പിന്നെ ഗംഭീര പരിപാടിയാണ്. ഒരുപാട് അസ്വസ്ഥതകളാണ് ഇത് കാണുമ്പോൾ മനസ്സിൽ തോന്നുന്നത്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന് പരിഹാരം കാണുകയുമാണ്. ആ പ്രക്രിയയാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇവിടെ അത് മാത്രമാണ് ഇപ്പോൾ നടക്കാതിരിക്കുന്നത്. ഇവിടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ദുർഗന്ധം വമിക്കുന്ന കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങളൊന്നുമില്ല. വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെന്നല്ലാതെ ഇവർ വാ തുറന്നാൽ മനുഷ്യന് പ്രയോജനമുള്ളതും അല്ലെങ്കിൽ എന്തെങ്കിലും നാടിന് ഉപകാരമുള്ളതുമായ കാര്യങ്ങളല്ല വിളിച്ചു പറയുന്നത്. വിളിച്ച് കൂവി നടക്കുകയാണ് എല്ലാവരും. എല്ലാവരും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ രാഷ്ട്രീയ മാന്യത എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ അന്ധമായി അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതേ അവകാശം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളവർക്കുണ്ട് എന്ന് ഞാനാദ്യം തിരിച്ചറിയണം. അതാണ് നമ്മൾ ആദ്യം രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടത്. ആ സ്വാതന്ത്ര്യത്തെ അവഹേളിക്കാനോ പരസ്യമായിട്ട് എതിർക്കാനോ ഒന്നും പോകാൻ പാടില്ല. കാരണം അത് രാഷ്ട്രീയ മര്യാദയല്ല. അതുപോലെ തന്നെ വേറൊരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പ്രകടനങ്ങളോ ജാഥയോ അതിനെ അലങ്കോലപ്പെടുത്താനൊന്നും പാടില്ല. രാഷ്ട്രീയ മാന്യതയാണ്. ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇവർക്കൊട്ടും സമയമില്ല. ഞാനൊക്കെ ഒരു ചികിത്സാ തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു മനുഷ്യന് ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശമാണ്. ഈ ജീവിക്കാനുള്ള അവകാശം അവന് യാഥാർത്ഥ്യമാകണമെങ്കിൽ അവന് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. എന്നാലേ ഈ ജീവിക്കാനുള്ള അവകാശം കൊണ്ട് പ്രയോജനമുള്ളൂ. ഇപ്പോൾ അന്തരീക്ഷത്തിൽ ചൂട് കൂടുകയാണ്, വേനൽക്കാലം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തുടങ്ങും കുടിവെള്ളത്തിൻ്റെ ക്ഷാമം. ഈ കുടിവെള്ളത്തിൻ്റെ ക്ഷാമമാണ് ആരോഗ്യ മേഖലയിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഇവർക്കൊക്കെ ശുദ്ധമായ കുടിവെള്ളം എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കുള്ളതാണ്. അവരിത് എത്രമാത്രം കാര്യക്ഷമമായി ചെയ്യുന്നു നമുക്കറിയില്ല. ശുദ്ധമായ കുടിവെള്ളം, ശുദ്ധമായ പരിസരം, ഇത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതൊന്നും നടക്കില്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും രാഷ്ട്രീയ കോലാഹലങ്ങളുടെ ബഹളമാവും. എന്തൊക്കെ അവർ വിളിച്ചു പറയുന്നതെന്ന് അറിയില്ല. അപ്പം നമുക്കിവിടെ ഈ ഏറ്റവും വലിയൊരു അപകടമാണ് വന്നിരിക്കുന്നത്. ഈ നല്ല ചിന്തകളുള്ള, മനസ്സിൽ നേരും നന്മയുമുള്ള ഒരുപാട് പേർ രാഷ്ട്രീയം നമുക്ക് പറ്റിയ മേഖലയല്ല എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഈ അവർക്കത് പറ്റില്ല എന്നാണ് പറയുന്നത്. അവർ തൊലിക്കെട്ടി കൂടിയവർക്കേ പറ്റുള്ളൂ എന്ന് ചിലർ തുറന്ന് പറയാറുണ്ട് പലരും. ഇവിടെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തന രംഗം കുറച്ചുകൂടെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങുന്നവർ ഒന്നുകിൽ ജനങ്ങൾ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ ക്ഷമയോടുകൂടെ കേൾക്കാനേ അവർക്ക് കഴിയണം. അതിന് കഴിയില്ല. ഇത് മനസ്സിൽ നേരും നന്മയുമുള്ള, നല്ല ചിന്തകളുള്ള, ശാസ്ത്രബോധമുള്ള കുറേ പേരാണ് ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിൽ ആവശ്യമുള്ളത്. അതില്ലാത്തതിൻ്റെ ഒരുപാട് വർഷങ്ങൾ ഞാൻ നേരിട്ട് അനുഭവിക്കുന്ന മനുഷ്യനാണ്. 2001 ആസ്മയ്ക്ക് കാരണം അലർജി അല്ല എന്നുള്ള ഗവേഷണ സിദ്ധാന്തം MG യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ചത്. 24 കൊല്ലമായി ഇത് എന്താണെന്ന് ചോദിക്കാൻ ഒരാളുണ്ടായില്ല. അപ്പോൾ ഈ കഴിഞ്ഞ മാസം ഇത് ഞാൻ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് ഇതിൻ്റെ ഫയൽ മൊത്തം ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് കൊടുത്തു. ഇത് രാഷ്ട്ര പുരോഗതിയുടെ ഭാഗമാണ് ഗവേഷണം എന്ന് പറഞ്ഞത്, ജനക്ഷേമത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഇതൊക്കെ ഒന്ന് മറച്ചു നോക്കിയിട്ട് എന്നോട് ഇതിൽ ഞങ്ങളെന്ത് ചെയ്യാനാ, ഞങ്ങളെ മറ്റേ മാധ്യമപ്രവർത്തകരുടെ അവർക്ക് കൊടുക്കാം. നോക്കൂ, അവർക്ക് ഇതൊന്നുമല്ല ആവശ്യം. അവർക്ക് വേറെ എന്തൊക്കെയോ ചിഞ്ചേറിയ വിഷയങ്ങളിലുള്ള താല്പര്യം.
നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പോക്ക് വളരെ പരിതാപകരമാണ്. വിവരവും വിദ്യാഭ്യാസവും രാഷ്ട്രീയ വിദ്യാഭ്യാസവും നേരും നന്മയും നല്ല ചിന്തകളുമുള്ളവരാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത്. അതുണ്ടാകുമോ എന്തോ അറിയില്ല.